നമ്മൾ പലപ്പോഴും കാവ്യാത്മകമായ ശൈലിയിലൊക്കെ എഴുതുന്ന പത്രപ്രവർത്തകർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പത്രപ്രവർത്തകർ മാത്രമല്ല, എല്ലാവരും ഉപയോഗിക്കും കാലത്തിന്റെ കാവ്യനീതി. പോയറ്റിക് ജസ്റ്റിസ് എന്ന് ഇംഗ്ലീഷിൽ അതെ, കാവ്യനീതി. പണ്ടൊരു പാട്ടിനകത്ത് ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗ ഗംഗയായി എന്ന് എഴുതിയപ്പോൾ ഹൃദയത്തിൽ എവിടെയാണ് രോമം എന്ന് ചോദിച്ച വിമർശകർ നമ്മുടെ ഇടയിലുണ്ട്. ഹൃദയത്തിൻ രോമാഞ്ചം, രോമം ഉള്ളവർക്ക് മാത്രമേ രോമാഞ്ചം വരൂ. അത് ജി കുമാരപിള്ള സാറിന്റെ ഒരു കവിതയാണ് ശരിക്കും പറഞ്ഞത്. അത് അരവിന്ദൻ സിനിമയ്ക്ക് ഉൾപ്പെടുത്തിയത് മാത്രമാണ്. അപ്പോൾ അത് അന്നത്തെ വിമർശകരുടെ പ്രധാന ചോദ്യം, ഈ രോമം ഹൃദയത്തിൽ എവിടെയാണ് രോമം? രോമം ഉള്ളിടത്തല്ലേ രോമാഞ്ചം ഉണ്ടാകൂ. അത് കാവ്യഭാവനയാണെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് കാലത്തിൻ്റെ കാവ്യനീതി. ശരിക്കും നമ്മൾ ഒരുപാട് തവണ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൃത്യമായിട്ട് വന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഇന്നലെ വന്ന IPS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ ലിസ്റ്റ്. അതായത് ഇൻ്റലിജൻസ് ADGP ആയിരുന്ന P. വിജയനെ ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിച്ചിരിക്കും. വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. ഒരു മനുഷ്യത്വമുള്ള ഒരാൾ ആ കസേര ഇരിക്കുന്നു എന്നുള്ളതായിട്ട്. നേരത്തെ ഒരു വന്യമൃഗത്തിന്റെ സ്വഭാവമുള്ള ഒരാൾ ഇരുന്ന് നമ്മളെല്ലാവരും, നമ്മളെ കേരളത്തിൽ ജനങ്ങളെല്ലാവരും വേട്ടയാടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അയാൾ തന്നെയാണ്, ആ MR അജിത് കുമാർ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സസ്പെൻഡ് ചെയ്യിക്കുന്നതിൽ വരെ ഈ അതേ കസേരയിൽ. നിങ്ങൾ പറഞ്ഞ പോലെ വന്യമൃഗത്തിന്റെ കസേര എന്ന് പറയുന്ന പോലെ അദ്ദേഹം അവിടെ ഇരുന്ന് അഴിഞ്ഞാടിയ ഒരു സമയം ഉണ്ടായിരുന്നു, മറുനാടൻ വേട്ട സഹിതം. അതിന് പിന്നാലെ വന്നത് വെങ്കടേഷ് എന്ന് പറയുന്ന വെങ്കടേഷ് എന്ന് പറയുന്ന ADGP ആയിരുന്നു. അദ്ദേഹം സൈലന്റ് കില്ലറായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിനെ പോലെ അവിടെ നിന്ന് അഗ്രസീവ് ആയിരുന്നില്ലെങ്കിലും അവിടെ ഇരുന്ന് അയാൾ ചെയ്തുകൊണ്ടിരുന്ന പണിയൊക്കെ തന്നെയാണ് ഇദ്ദേഹവും ചെയ്തുകൊണ്ടിരുന്നത്. നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുക, കേസുകൾ അട്ടിമറിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ കാലത്ത് സംഭവിച്ചു. പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന IPSകാർ കൂടുതൽ പേർക്ക് ഇതൊരു പ്രശ്നമുണ്ട്. ഭരിക്കുന്നവനെ അമിത വിധേയത്വം കാണിക്കും. അതെ, അത് ഒരുപാട് ആ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പഴയ ലിസ്റ്റ് എടുക്കാൻ തന്നെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പറഞ്ഞതുപോലെ കാവ്യനീതിയാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പോഴും നമ്മൾ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് IG P. വിജയൻ എന്ന് പറയുന്ന ആ IG-യെ നമ്മൾ കേരളത്തിന് അധികം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കല്ല അദ്ദേഹത്തിൻ്റെ കഥ അറിയാം. വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തി, കോഴിക്കോട്ട് ഒരു ഇടത്തരം കുടുംബം എന്ന് പോലും പറയാൻ പറ്റില്ല, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പോയ ഒരാളാണ്. കല്ലുപണിക്ക് പോയിരുന്ന ഒരാളായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പോയിട്ട് രണ്ടാമത് വന്ന് അദ്ദേഹം കഠിനാധ്വാനം, കണ്ണും കട്ടയും മണ്ണും ഒക്കെ ചുമന്ന് ജീവിതത്തിൻ്റെ ആ പ്രാരാബ്ദങ്ങളിലൂടെ വന്നു. അദ്ദേഹം പഠിച്ചു, വളർന്നു, IPS കാരനായപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അനുമോദിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം നടപ്പാക്കി. പ്രധാനമന്ത്രി അന്ന് എന്തോ ഒരു ഫംഗ്ഷന് ക്ഷണിക്കപ്പെട്ട 100 പേരിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു. പക്ഷെ പോകാൻ അനുമതി കൊടുത്തില്ല. അല്ല, അതിന്റെ കലിപ്പിനാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങുന്നു. അതായത് ശബരിമലയിലെ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി, ആ പുണ്യം പൂങ്കാവനം പദ്ധതി ശബരിമല സന്നിധാനവും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് സന്നദ്ധ സേവനത്തിലൂടെ ആ കാശ് മുടക്കി വോളണ്ടിയർമാരെ വെച്ചിട്ടല്ല, അല്ലാതെ പുറത്തുനിന്ന് വോളണ്ടിയർമാരെ ഇറക്കിയിട്ടല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും. അതായത് നമുക്കറിയാം, നമ്മുടെ പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അതെ, സായിബാബയുടെ ആശ്രമം. ഈ സായിബാബയുടെ ആശ്രമത്തിൽ ഞാൻ പോയി ഒരാഴ്ചയോളം അവിടെ താമസിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ കണ്ടതുമാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെത്തുന്നത് ഈ സന്നദ്ധ സേവനത്തിന് വേണ്ടിയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയും കുറച്ചാളും അവിടെ പോയി. അതെ, അപ്പോൾ സന്നദ്ധ സേവനം ഒന്നുമില്ല, വേറെ പ്രതിഫലം ഒന്നുമില്ല, അവർക്ക് ഭക്ഷണം കിടക്കാനുള്ള സൗകര്യമുണ്ട്. IAS IPS ഉദ്യോഗസ്ഥർ സഹിതമാണ് അവിടുത്തെ മാലിന്യങ്ങൾ കോരി മാറ്റുന്നത്. കക്കൂസ് തെച്ച് എഴുതുന്നു, ബാത്റൂം തെച്ച് എഴുതുന്നു, പാത്രങ്ങൾ കഴുകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അങ്ങനെ സന്നദ്ധ സേവനം. അവർ ഒരാഴ്ചത്തേക്ക് ഇതിനായിട്ട് അത് മാറ്റിവെക്കും. അപ്പോൾ നമ്മളെ ഇതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ് നമ്മളെ അവിടെ കൊണ്ടുപോകുന്നത്. ഞാനും അവിടെ പോയിരുന്നു. ഞങ്ങൾ സന്നദ്ധ സേവനം ഒന്നും ചെയ്തില്ല, പക്ഷേ നമ്മളിതെല്ലാം കണ്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഒരു സന്നദ്ധ സേവനമായിരുന്നു ഈ ശബരിമലയിലെ പുണ്യം പൂങ്കാവനം. ഈ പുണ്യം പൂങ്കാവനം P. വിജയന്റെ ഐഡിയ ആയിരുന്നു. അതുപോലെ സ്റ്റുഡൻസ് പോലീസ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്റ്റുഡൻറ് പോലീസിനെ എന്നൊക്കെ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തു എന്ന് തന്നെ പറയാം. സ്റ്റുഡൻറ് പോലീസ് ആണെന്ന് ഇത് നമ്മുടെ സ്കൂളുകളിലെ ലഹരി വിൽപ്പനയ്ക്ക് ഒക്കെ എതിരെ പ്രവർത്തിക്കേണ്ട, നല്ല സന്ദേശം നൽകേണ്ട ഒരു സേനയാണ് സ്റ്റുഡൻറ് പോലീസ്. അതിനെ ശരിക്കും പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിനെ ഇല്ലാതാക്കുക എന്ന് പറയാം. ശബരിമല പുണ്യം പൂങ്കാവനം എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസുമാർ, ഇവരൊക്കെ വന്നിട്ട് ശബരിമലയുടെ സന്നിധാനത്തു നിന്ന് ഇവരൊക്കെ ഒരു ചൂലുമായിട്ട് ഇറങ്ങിയത് നമുക്ക് സങ്കല്പിക്കാനാവാത്ത തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇതിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രശംസിക്കുകയും പിന്നീട് അദ്ദേഹം നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തത്. അതിന്ന് തുടങ്ങിയതാണ്. അന്ന് MR അജിത് കുമാറാണ് ADGPയുടെ കസേരയിൽ ഉണ്ടായിരുന്ന, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കസേരയിൽ ഉണ്ടായിരുന്നത്. അല്ല, മാത്രമല്ല അന്ന് ഈ MR അജിത്തിനെയും പിണറായി അനുകൂലിക്കുന്ന പല മാധ്യമങ്ങളും
ഇയാൾ NIA-യിൽ ചേരാൻ പോകുന്നു പറഞ്ഞ വാർത്തകളൊന്ന് പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. പി വിജയൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. വേണ്ടി അതാണ് അന്ന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവൻ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ ഈ പ്രതികളെ സംബന്ധിച്ച വിവരങ്ങളും ചിത്രങ്ങളും ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ചിത്രങ്ങളുമൊക്കെ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി. അതെനിക്കൊന്ന് മാതൃഭൂമി ചാനൽ എന്ന് പറഞ്ഞിട്ട് ആ മാതൃഭൂമി ലേഖകന്റെ ഫോണും ക്യാമറയും എല്ലാം അന്ന് ഇയാൾ പിടിച്ചെടുത്തു. ഈ ADGP MR അജിത്കുമാറിന്റെ നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്തു. എന്നിട്ട് IG P വിജയനാണ് ഇത് ചോർത്തി കൊടുത്തതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്തായിരുന്നു കാര്യം? പ്രധാനമന്ത്രി പ്രശംസിച്ച ഉദ്യോഗസ്ഥൻ, തൻ്റെ അതേ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ. അതാണ് പ്രശ്നം. ഈഗോ ക്ലാഷ്. തൻ്റെ അതേ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ തന്നേക്കാൾ നല്ല നിലപാടുകളിലൂടെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകും. ഒരാൾ സൽപ്രവർത്തികളിലൂടെ ജനങ്ങളെ ആരാധന പിടിച്ചു, മറ്റേ ആൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിലൂടെ ജനങ്ങളെ സത്യം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പലപ്പോഴും. അങ്ങനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം കൃത്യമായിട്ട് തന്നെ അതിനെതിരെ പോരാടുന്നു. ഒടുവിൽ P വിജയനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മുടെ ഇദ്ദേഹത്തെ പോലെയല്ല, നമ്മുടെ പ്രശാന്തിനെയും സസ്പെൻഡ് ചെയ്ത പോലെയല്ല. അവർ തുടരെ സർക്കാരിനെ വിമർശിച്ച് വീണ്ടും സസ്പെൻഷൻ പ്രശാന്ത് വാങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ അതുപോലെയല്ല, ഇദ്ദേഹം കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്തു, അദ്ദേഹത്തെ തിരിച്ചെടുക്കുക മാത്രമല്ല ഇൻ്റലിജൻസിൻ്റെ ADGP ആയിട്ട് നിയമിച്ചു. അപ്പോൾ പിണറായി വിജയൻ ഇദ്ദേഹത്തിന് ഒരു വിശ്വാസം വന്നു. കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, അവരെ വെച്ചിട്ട് ശരിയാണ്. പക്ഷേ എന്തായാലും ഇവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയനെ സൂചിപ്പിക്കുന്നതായിരുന്നെങ്കിൽ യഥാർത്ഥ സംഭവം അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അത് എന്താണെങ്കിലും നമുക്ക് സർക്കാർ മാറിയപ്പോൾ തന്നെ നമുക്ക് പിണറായി വിജയന്റെ അമിതമായ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടായിരുന്നു എന്നാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന മറ്റു രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വെളിപ്പെടുത്തിയത്. എന്തായാലും സർക്കാർ മാറിയപ്പോൾ നമുക്ക് മനസ്സിലായി, സർക്കാർ മാറി. സർക്കാർ അതിനുശേഷമാണ് കാലത്തിൻ്റെ കാവ്യനീതി ശരിക്കും വരുന്നത്. സർക്കാർ മാറിയപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു P വിജയൻ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആകും. അങ്ങനെ അദ്ദേഹം ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആയി മാറുന്നു. അന്ന് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ദ്രോഹിച്ച MR അജിത്കുമാർ ബെവ്കോ MD ആണ്. അയാളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ വകുപ്പിൻ്റെ മന്ത്രി എഴുതി കൊടുത്തിരിക്കുകയാണ് ഇയാളെ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഈ കസേരയിൽ വിജയൻ ഇരിക്കുമ്പോൾ അവിടെ അജിത് കുമാർ സസ്പെൻഷന്റെ വക്കീലാണ്. ഇപ്പോൾ തൽക്കാലം മദ്യവിൽപ്പനയായിട്ടിരിക്കുകയാണ്. എന്തിനാണ് സസ്പെൻഷൻ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു അട്ടിമറിയുടെ കഥ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനത്തിൽ അന്നത്തെ പിണറായി വിജയന്റെ കാലത്തെ പോലീസ് തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വീഴ്ച വന്നു എന്ന് യഥാർത്ഥ റിപ്പോർട്ട് എഴുതിക്കൊണ്ടുവന്നത് അട്ടിമറിച്ച് ആ കേസ് കടകം തിരിച്ചു. ഏതായാലും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ കേരള പോലീസിന് ഒരു മാനുഷിക മുഖം നൽകാൻ ഈ P വിജയൻ ഒരാൾ കഴിയും. കാരണം മുമ്പ് അഴിഞ്ഞാടാനും ആളെ ഉപദ്രവിക്കാനും അവൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താനും ആക്രമിക്കാനും ഒക്കെ എല്ലാ തരത്തിലുള്ള പ്രേരണയും അല്ലെങ്കിൽ പിന്തുണയും നൽകിക്കൊണ്ടിരുന്ന ഒരു ADGPക്ക് പകരം തിരികെ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും മനുഷ്യത്വമുള്ള ഒരാളാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ധൈര്യമായിട്ട് ചെല്ലാം. ഒരിക്കലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടില്ല എന്നുള്ള പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. ആർക്കാണെങ്കിലും സമീപിക്കാന്നുള്ള ഒരാളാണ് ഈ P വിജയൻ. അങ്ങനെ എന്താണെങ്കിലും ഇപ്പം MRനെതിരെ അന്വേഷണം വന്നിട്ടുണ്ട്. കാരണം ഉദ്യോഗസ്ഥർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇയാൾ സത്യസന്ധമായ പോലീസിൻ്റെ റിപ്പോർട്ട് വാങ്ങി തിരുത്തി എഴുതിച്ച് തെറ്റായ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ ഇയാൾ വാങ്ങി നടക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ പലതവണ എന്നായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ സമീപിച്ചു, സസ്പെൻഡ് ചെയ്യരുത് എന്നൊരു ആവശ്യം മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇയാൾ ചെയ്തു കൂട്ടിയ പ്രവർത്തിക്ക് സസ്പെൻഷൻ അല്ല ചെയ്യേണ്ടത്, നിർബന്ധിത പെൻഷൻ കൊടുത്ത് ഇയാളെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അത്രയ്ക്ക് ഇയാൾ ദ്രോഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ ദ്രോഹിച്ച ഒരാളാണ്. വെറുതെ സാധുക്കളായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ ജീവിതം വഴിമുട്ടിച്ചു. ഇവിടെ ജോലി കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ അന്ന് പോലീസ് വിരട്ടിയതിനെ തുടർന്ന് ജോലി വിട്ടു. പലരും വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും രക്ഷയുണ്ടോ, എന്താണ്, നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ അന്ന് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയവരും ഉണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെയുള്ളവരെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇതാണ് യഥാർത്ഥ കാലത്തിൻ്റെ കാവ്യനീതി. ഈ ക്രമസമാധാന ചുമതലയിലിരിക്കുന്ന വിജയൻ ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും അജിത്തിനെ ദ്രോഹിക്കാം. അന്ന് അജിത്തായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നത്, പിണറായി വിജയൻ അല്ലായിരുന്നു, അജിത്താണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരിച്ചുകൊണ്ടിരുന്ന അജിത്തായിരുന്നു എല്ലാം തീരുമാനിക്കുന്നത്, എന്ത് വേണം, എങ്ങനെ വേണം, എല്ലാം പിണറായിയെ മണി അടിച്ച് ചെയ്യാൻ വേണ്ടി നടന്നതാണ്. അപ്പം അവരുടെ എല്ലാം മുന്നിലേക്ക്, അവരുടെ എല്ലാം ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇതായിട്ട് വന്നു നിൽക്കുകയാണ് P വിജയൻ എന്ന് പറയുന്ന. പക്ഷേ P വിജയൻ ഒരിക്കലും MR അജിത്കുമാറിന്റെ കയ്യിരിപ്പുള്ള ആളല്ലാത്തതുകൊണ്ട് അയാൾക്ക് അക്കാര്യത്തിന് പേടിക്കാൻ. അതാണ് നമ്മളൊന്ന് ആലോചിക്കണം. ചേലാമ്പ്ര
ബാങ്ക് കവർച്ച, കവർച്ച കേസ്. അതുപോലെയുള്ള നിരവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പി വിജയൻ. പിന്നെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹത്തിന്റെ പാർട്ണറായിട്ടുള്ള ആളും ഡോക്ടർ ബീന IAS കാരിയാണ്. അപ്പോൾ അവരും IAS എറണാകുളം കളക്ടറായിരുന്നു. പിന്നെ അതുപോലെ അവർ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ MD ആയിരുന്നു തോന്നുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പദവികളൊക്കെ വെച്ച ഒരാളാണ്. അപ്പോൾ ഈ മാനുഷിക ജീവിത സാഹചര്യം, പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകും. ഇതുപോലെ പിണറായി വിജയൻ്റെ കാലത്ത് ഓഫീസിരുന്ന ഉപജാപക വൃന്ദം, ആ ഉപജാപക വൃന്ദത്തെ നയിച്ചുകൊണ്ടിരുന്ന MR അജിത്കുമാറിനെ പോലെ കൃത്യമായിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് ഇദ്ദേഹം പോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്താണെങ്കിലും കേരളത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ഒരു മുഖത്തിന് തന്നെ ഒരു മാറ്റം വരും. വളരെ നല്ല ഒരു രീതിയിലേക്ക് നമ്മുടെ പോലീസ് സേന മുന്നോട്ട് പോകും. ആത്മവിശ്വാസത്തോടെ തുറന്നു പറയാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. മറ്റേത് അങ്ങനെയല്ല, അയാൾ പിന്നെ റേഡിയോ ആയിരുന്നു. അജിത്ത് അങ്ങോട്ട് പറയും, തിരിച്ചൊന്നും പറയാം. അത് അനുസരിച്ചില്ലെങ്കിൽ അയാൾ സ്ഥലം മാറ്റും. അത് അങ്ങനെയാണ് അയാളെ പരിപാടി. പിന്നെ ഇയാൾക്ക് സംശയം തോന്നുന്ന ഉദ്യോഗസ്ഥർ, ഇപ്പോൾ എനിക്കൊക്കെ വാർത്ത ചോർത്തുന്ന സംശയം തോന്നിയ ഉദ്യോഗസ്ഥനെ മൊത്തം ഒരു സ്ഥലം മാറ്റി. വാർത്ത ചോർത്തുകയല്ല, വാർത്ത നടക്കുമ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവർ നമുക്ക് വിവരം തരും. അപ്പം അവരെയൊക്കെ സ്ഥലം മാറ്റി, അവരെയൊക്കെ സംശയമുനയിൽ നിർത്തി, അവരെയൊക്കെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ, അതിൽ പലരും ഇപ്പോൾ റിട്ടയറായി, എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അവരെയൊക്കെ ദ്രോഹിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു MR അജിത്കുമാർ. എന്താണെങ്കിലും അടുത്ത പണി അയാൾക്കിട്ടാണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വലിയ ആശാൻ പിണറായിക്കും കുടുംബത്തിനും വീട്ടിൽ കിടന്ന ഉറക്കമില്ല, എല്ലാവർക്കും കിട്ടി. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ യഥാർത്ഥ കാലത്തിന്റെ കാവ്യനീതി.